Let us start. Engineering Labs's third module, development of solids or development of surfaces. The section of solids in ശേഷം വരുന്ന ഒരു പോർഷനാണ്. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പ്രോബ്ലം ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഒരു കോഡിനെ സെക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ഡെവലപ്മെന്റ്. ഇതൊരു കോഡിന്റെ തന്നെ സെയിം പ്രോബ്ലം, ബട്ട് ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം ആണ്. MG യൂണിവേഴ്സിറ്റിക്കും KTUവിനും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. An ant starts from a point on the circumference of a conical jar, base diameter 50 mm and height 60 mm, and moves around it and comes back to the starting point. Show the shortest path the ant on the surface of the jar in front view. Some cases in front view and top view എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ടോപ്പ് വ്യൂവിലും കൂടെ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് ആദ്യം മനസ്സിലായോ നോക്കുക. ഒരു ഉറുമ്പ് ഒരു കോണിന്റെ സർക്കംഫറൻസിൽ നിന്ന്, അതിന്റെ ബേസ് സർക്കംഫറൻസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യുന്നു, ദെൻ മൂവ്സ് അറൌണ്ട് ഇറ്റ് ആൻഡ് കംസ് ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിന്റെ ഡയമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മൂവ് ചെയ്തിട്ട് തിരിച്ച് അതേ പോയിന്റിൽ തന്നെ തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കാണിക്കണ്ടേ ഷോ ദ ഷോർട്ടസ്റ്റ് പാത്ത് ഓഫ് ദ ആൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ജാർ ഇൻ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. അതായത് ആ ആൻഡിന് ഈ ജാറിനെ റൊട്ടേറ്റ് ചെയ്ത് സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരാനായിട്ട് എടുക്കാൻ പറ്റിയ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ്. ഒരു തവണ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് വന്നു കഴിഞ്ഞാലും ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടൊരു ക്വസ്റ്റ്യൻ കാണുന്ന ഒരാൾക്ക് ഇതെങ്ങനെ ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ മേ ബി ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. ഒരു കോൺ, അതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരക്കുക, ദെൻ അതിന്റെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ച് വരണം. അതിനോടകം ഇതിന്റെ ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുകയും വേണം. അപ്പൊ നമുക്ക് കുറച്ച് അസംഷൻസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ എടുക്കാം. ഇതിന്റെ ഏറ്റവും താഴത്തെ ബേസിൽ കൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ ദൂരം അതിന് സഞ്ചരിക്കേണ്ടത്. ബിക്കോസ് ഇവിടെയാണ് ഏറ്റവും വലിയ സർക്കംഫറൻസ് വരുന്നത്. അപ്പൊ അതായിരിക്കില്ല എന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് അതിന്റെ സർക്കംഫറൻസിന്റെ ഇത് കുറക്കുന്നതിന് വേണ്ടി നമുക്ക് വേറൊരു ഓപ്ഷൻ ചെയ്യാം. നേരെ മുകളിലേക്ക് പോയി ഇവിടെ വന്നിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പക്ഷെ ഈ ദൂരം നമുക്കപ്പോൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതും ഒഴിവാക്കാം. അപ്പൊ ഇതിനിടയ്ക്ക് ഏതോ ഒരു പോയിന്റിലൂടെയാണ് തിരിച്ച് ആ പോയിന്റ് തിരിച്ചു വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചെയ്യാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം, അതായത് ഈ സോളിഡിന്റെ ഡെവലപ്മെന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓക്കെ, ഐ വിൽ ഷോ യു. അത് നമ്മൾ ആദ്യം ഈ സോളിഡിനെ ഈ കോണിന്റെ ഡെവലപ്മെന്റ് വരക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിത് ഒന്ന് കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇതിന്റെ ട്രൂ ലെങ്ത് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഇതിന്റെ ഡെവലപ്മെന്റ് കിട്ടി. ഈ ഡെവലപ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇതേ പോയിന്റിൽ തന്നെ തിരിച്ചു വരുന്നു. അപ്പൊ ഇതാണ് അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആണോ? നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അതിന്റെ ലെങ്ത് അല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഷോ ദ ഷോർട്ടസ്റ്റ് പാത്ത് ഓഫ് ദ ആൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ജാർ ഇൻ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. അപ്പൊ ഇത് ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും എങ്ങനെ വരും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ്? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക്, ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയായിരിക്കും ഇത് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഏകദേശം എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ഫിഗർ എന്ന് പറഞ്ഞാൽ. ഇത് എങ്ങനെ നമുക്ക് വരച്ചെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ ചില ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ ഞാൻ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ഷോ ദ ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ജിയോമെട്രിക്കലി എന്നുകൂടെ പറയും ചിലപ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായാൻ തോന്നുന്നു. ഒരു കോണ് ഉണ്ടായിരുന്നു. കോണ് ഒരു ഷുഗർ ജാർ
എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഒരു പാത്രമായിരുന്നു. ആ പാത്രത്തിന്റെ ഒരു സൈഡിൽ നിന്ന് റൂം നടന്ന് തിരിച്ച് അതേ പൊസിഷനിൽ വന്നപ്പോൾ ഉള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്കത് ആ കോണിക്കൽ ഷേപ്പിലിരിക്കുമ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ ഡെവലപ്മെന്റ് എടുക്കും. ദെൻ അവിടെ ഷോർട്ടസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കും. ഇനി ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ കോണിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരക്കാം. ഞാൻ ഓൾറെഡി ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, 50 mm ഡയമീറ്റർ ഉള്ള സർക്കിളിന്റെ ടോപ്പ് വ്യൂ ഞാൻ വരച്ചു. ദെൻ അതിന്റെ ഫ്രണ്ട് വ്യൂ വരക്കണം. ഞാൻ ഹൈറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, 60 mm ആണ്. ഓക്കെ, അപ്പോൾ സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. ആദ്യം ഞാൻ 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണ്. 45 ഡിഗ്രി ഇൻക്ലിനേഷനിലെടുത്ത് ചെയ്താൽ മതിയാകും നമുക്ക്. എന്ത് ചെയ്തു, ഡയമീറ്റർ 50 ഉള്ള ഒരു സർക്കിൾ വരച്ചു. അതിന് 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അതിന്റെ ഫ്രണ്ട് വ്യൂ ഇനി വരക്കണം. ഇതെല്ലാം 2H പെൻസിൽ കൊണ്ടാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ക്യാമറയിൽ വിസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ പെൻ യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ദെൻ അതിന്റെ ഫ്രണ്ട് വ്യൂ വരക്കാം നമുക്ക്. ദെൻ അനോട്ടേഷൻ കൊടുക്കാം. A, B, C, D, E, F, G and H. A dash, B dash, C dash, D dash, E dash, F dash in bracket, G dash in bracket and H dash in bracket. Because നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ A, B, C, D, E മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ 3 പോയിന്റ്സ് കാണാൻ പറ്റില്ല. ദെൻ ഞാനിവിടെ പോയിന്റിന് ഇത് കൊടുക്കുന്നു, P dash ആൻഡ് Q dash. ഓക്കെ, ദെൻ നമുക്കിതിന്റെ ഡെവലപ്മെന്റ് വരക്കാം. അപ്പോൾ ഏത് ലെങ്ത് ആണ് എടുക്കേണ്ടത്, ഹൈറ്റ് അല്ല എടുക്കേണ്ടത്, സ്ലാൻ ഹൈറ്റ് എടുക്കുന്നു. ഓക്കെ, സ്ലാൻ ഹൈറ്റ് ലെങ്ത് കോമ്പസ് എടുത്തിട്ട് ഞാൻ സെന്റർ മാർക്ക് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ അറിയണം. ഇൻക്ലൂഡഡ് ആംഗിളിന്റെ ഇക്വേഷൻ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരിക്കൽ കൂടെ ഞാനിവിടെ പറയാം. തീറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു 360 ഡിഗ്രി. ഇവിടെ സ്മോൾ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് 25 mm ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലെങ്ത് ചെക്ക് ചെയ്ത് നോക്കുക. എത്രയാണ് ലെങ്ത് വരുന്നത്, 65 mm വരും. അപ്പോൾ 65 mm ദെൻ 360 നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് ചെക്ക് ചെയ്യാം. 25 ഡിവൈഡഡ് ബൈ 65 ഇൻറ്റു 360 138.46 വരും. അപ്പോൾ അത്രയും 138.46 ഡിഗ്രി. സോ നമ്മളിവിടെ ഞാനത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. തീറ്റ വെച്ചിട്ട് നമ്മൾ സോൾവിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്മെന്റിലും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. സോ ഞാനിവിടെ അത് ചെയ്യുകയാണ്. ലെങ്ത് ഒരു അല്പം കൂടുതൽ എടുക്കണം ഇവിടെ നിന്ന്. ആക്ച്വൽ എയിൽ നിന്ന് ഒരു അല്പം കൂടെ മുകളിലേക്ക് എടുത്താലേ ഉള്ളൂ നമുക്ക് 8 ഈക്വൽ പാർട്സ് ആക്കി ഇവിടെ കിട്ടുള്ളൂ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7,
ആൻഡ് 8. കുഴപ്പമില്ല, ഒരു ചെറിയ ഡിഫറൻസുകൾ ഞാനിപ്പോൾ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഇതായതുകൊണ്ട് ഞാനത് വീണ്ടും ചെയ്യുന്നില്ല. ഓക്കെ, നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസോ അത് ഒരിക്കൽ കൂടെ ചെയ്യണം. ഓക്കെ, =, ആക്കി ഡിവൈഡ് ചെയ്തു. പേരുകൾ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതിന്റെ കറസ്പോണ്ടിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയി നമ്മളിവിടെ യൂസ് ചെയ്യാവുള്ളൂ. A, B, C, D, E, F, G, H and H to A. ഇനിയാണ് നമ്മൾ ഇവിടെ ചെയ്ത പോലെ എന്താണ് നമ്മളിവിടെ ചെയ്ത് ഡെവലപ്മെന്റ് വരച്ചിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അതേപോലെ നമുക്കിവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇവിടെ വരക്കാം. A to A, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റ് തന്നെ തിരിച്ചു വരുന്നു. ഓക്കെ, ഇതാണ് ഷോർട്ടസ്റ്റ്. അപ്പൊ ഇതിലേക്ക് കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഏതൊക്കെ സർക്കംഫറൻസിൽ അല്ലെങ്കിൽ ആ കോണിന്റെ നമ്മൾ ഡിവൈഡ് ചെയ്ത ഇമാജിനറി ലൈൻസിൽ എവിടെയൊക്കെ ടച്ച് ചെയ്തു എന്നുള്ളത് നോക്കാം. ഇവിടെ 1, ദെൻ ബിയിൽ ടച്ച് ചെയ്ത പോയിന്റ് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. ദെൻ ഇവിടെ 3, 4, 5, 6, 7 and 8. എല്ലാ പോയിന്റ്സിനും പേര് കൊടുക്കുന്നു. 8 to 1. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുവാണ്. ഇത് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് സെയിം ആണെന്നൊന്ന് പ്രൂവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, എടുക്കുന്നു. ആ ഫസ്റ്റ് പോയിന്റിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡ് ചെയ്തതിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇത് 1, 2,8, 3, ഇത് 3നെയും അതുപോലെ 7നെയും റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ 4, 5, 6. ഏതൊക്കെ പോയിന്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഇതെന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തതാണ്. ഇങ്ങോട്ട് എനിക്ക് ചെക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, 1 മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതതിന്റെ ബേസിൽ തന്നെയാണ്. 2ഉം 8ഉം വരുന്ന പോയിന്റ് ഞാൻ ഇവിടുത്തെ ട്രൂ ലെങ്ത് തരുന്ന ലൈൻ ഏതാണോ ആ ലൈനിലേക്ക് മാർക്ക് ചെയ്യുന്നു. Then 3 and 7, then 4 and 6, and last 5. ഇവിടെ വേണം ഒരിക്കൽ കൂടെ നമുക്ക് ആ പേരുകൾ എടുക്കാം. 2, 3, 4, 5, 6, 7, 8. ഇനി അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണം. 1 ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ 2 വരുന്നത് ബിയിലായിരുന്നു, 3 വരുന്നത് സിയിലായിരുന്നു, 4 വരുന്നത് D to Qയിലായിരുന്നു, 5 വരുന്നത് E to Qയിലായിരുന്നു. ഓക്കെ, ഇവിടെ 1 A to Q എന്ന് പറഞ്ഞ പോയിന്റിലാണ്. B to Qയിലാണ് 2 പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. 3 to Qയിലാണ് 3 എന്ന് പറഞ്ഞ പോയിന്റ്സ്. അതായത് സെക്ഷൻ ചെയ്തപ്പോഴത്തേക്ക് വന്ന അതേപോലെ തന്നെ പേരുകൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ പോയിന്റുകളെല്ലാം ഇവിടെ കിട്ടി. ഓക്കെ, അത് നേരത്തെ ചെയ്തതിന്റെ നേരെ റിവേഴ്സ് ആണ് ചെയ്തത്. നേരത്തെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് അതേ പോയിന്റ്സ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് ഇവിടെ വരച്ചു മാറ്റും. ഇവിടെ നേരെ അതിന്റെ റിവേഴ്സ് ചെയ്യുന്നു. ഇവിടെയാണ് ആദ്യം നമ്മൾ സെക്ഷണൽ പോയിന്റ്സിന് അല്ലെ അതുപോലെ എന്ത് ചെയ്യുന്നു, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു എന്നിട്ട് ആ പോയിന്റ്സ് ഇതിൽ മാർക്ക് ചെയ്ത് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ പോയിന്റ് എങ്ങനെയാണ് വരുന്നത്, 1 to 2, 2 to 3, 3 to 4, 4 to 5. Then 5 to 6 ഇതിന്റെ ബാക്കിൽ ഇതേ പോയിന്റിൽ കൂടെ വരും. 7, 8 and 8 to 1. ക്ലിയർ? ഇപ്പോൾ പോയിന്റ്സ് എങ്ങനെയാണ് വരുന്നത്, നമുക്കിവിടെ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 2', 3', 4', 5',
6 ഇൻ ബ്രാക്കറ്റ് 7 ഇതിന്റെ ബാക്കിലുണ്ട് 8 ഇൻ ബ്രാക്കറ്റ്. അങ്ങനെയല്ലേ വരുന്നേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഇവിടുന്ന് നേരെ മുകളിലേക്ക് ആദ്യം കയറും, ദെൻ റൗണ്ട് ചെയ്തിട്ട് ഇതേ സ്ഥലത്തൂടെ തന്നെ താഴത്തെ അതേ പോയിന്റ് വരും. ഓക്കെ, ക്ലിയർ? ഇത്രയും ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതിന്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സർഫസ് ഓഫ്, അതായത് ഈ പാത്ത് നമുക്ക് ടോപ്പ് വ്യൂയിലൂടെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആ പാത്ത് കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൾറെഡി നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കറച്ചിട്ട് വി ക്യാൻ മാർക്ക് ദ പോയിന്റ്സ് ഈസിലി ഇൻ ദ ടോപ്പ് വ്യൂ ഓൾസോ. നമുക്ക് 3യും 7ഉം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, ആ പോയിന്റ്സ് പ്രൊജക്റ്റ് ചെയ്ത് ട്രൂ ലെങ്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യണം. അത് ആ പോയിന്റിൽ കൂടെ തന്നെ എനിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, 1 2 ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത് B2Qനെയാണ്. അപ്പോൾ B2Qയിൽ ഇവിടെ വന്നിരിക്കുന്നത് 2 3 മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദെൻ ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ ഇവിടുന്ന് എന്ത് ചെയ്യണം, ആർക്ക് കട്ട് ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ട്രൂ ലെങ്ത് തരുന്ന ഒരു ലൈനിലേക്ക് മാർക്ക് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ആ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് കിട്ടും. എന്നിട്ട് അതെടുത്ത് റൊട്ടേറ്റ് ചെയ്ത് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണിച്ചാൽ മതി. 4 5 6 7 1 2 3 4 5 6 6 7 and 8. ഓക്കെ, നമുക്ക് ആ ടോപ്പ് വ്യൂവിലെ പോയിന്റ്സ് വരക്കാം. 1 to 2 2 to 3 3 to 4 4 to 5 5 to 6 6 to 7 7 to 8 and 8 to 1. അങ്ങനെയായിരിക്കും ടോപ്പ് വ്യൂവിൽ അത് കാണുന്നത്. അങ്ങനല്ലേ കാണുന്നത്? ഡൗട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോക്കാതെ. ഓക്കെ അല്ലേ? ടോപ്പിൽ എങ്ങനെ വരുന്നത്? ആ പാത്ത് അതുപോലെ ഇങ്ങനെ പോയി തിരിച്ച് അതേ പോയിന്റ് തന്നെ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.